പ്രിയമുള്ള പ്രേക്ഷകരെ, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ നാരായണത്തിലെ പ്രഥമ ദശകത്തിലെ 5-ാമത്തെ ശ്ലോകമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. നിർവ്യാപാരോപി നിഷ്കാരണം അജ ഭജസേ യത്ക്രിയാമീക്ഷണാഖ്യാം തേനൈവോദേതി ലീന പ്രകൃതിരസതി കൽപ്പാബി കൽപ്പാദികാലേ തസ്യാസം ശുദ്ധമംശം കമപിതമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദധാസി സ്വമഹിമ വിഭവാഗുണ്ഠ വൈകുണ്ഠരൂപം. ഇനി ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. നിർവ്യാപാരഃ അഭി നിഷ്കാരണം അജ ഭജസേ യത് ക്രിയാം ഈക്ഷണാഖ്യാം തേന ഏവ ഉദേതി ലീന പ്രകൃതിഃ അസതി കൽപ്പാ അഭി കൽപ്പാദികാലേ തസ്യാഹ സംശുദ്ധം അംശം കം അഭി തം അതിതിരോധായകം സത്വരൂപം സ ത്വം ധൃത്വാ ദധാസി സ്വമഹിമ വിഭവാഗുണ്ഠ വൈകുണ്ഠ രൂപം. ഇനി ഈ ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. ഹേ അജ, ത്വം നിർവ്യാപാരഃ അഭി നിഷ്കാരണം ഈക്ഷണാഖ്യാം ക്രിയാം ഭജസേ യത് തേന ഏവ അസതി കൽപ്പാ അഭി ലീനാ പ്രകൃതിഃ കൽപ്പാദികാലേ മുദേതി സ്വമഹിമ വിഭവാഗുണ്ഠ വൈകുണ്ഠ സഹ ത്വം തസ്യാഹ അതിതിരോധായകം സംശുദ്ധം സത്വരൂപം കമപി അംശം ധൃത്വാ രൂപം ദധാസി. ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരാംശം. അല്ലയോ ജന്മഹീനനായ വിഭോ, അങ്ങ് സ്വതവേ ചേഷ്ടാരഹിതനാണെങ്കിലും കാരണമൊന്നുമില്ലാതെ ഈക്ഷണമെന്ന ചേഷ്ടയെ ക്രിയയെ കൈക്കൊള്ളുന്നു. അങ്ങയിൽ ലയിച്ചു കിടക്കുന്ന മായ ഈ പ്രകൃതി കൽപ്പാരംഭത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്നു. തൻ്റെ വൈഭവ മഹിമയാൽ അല്ലയോ വൈകുണ്ഠവാസിയായ ഭഗവാനെ, ആ പ്രകൃതിയുടെ അതിപരിശുദ്ധമായ സത്വാംശത്തെ സ്വീകരിച്ച് ആദ്യന്തഹീനനായ അങ്ങ് രൂപം ധരിക്കുന്നു. നമസ്തേ.